3 മിനിറ്റ് സമയം നിങ്ങൾ എന്നോടുകൂടെ ചെലവഴിക്കാൻ റെഡിയാണെങ്കിൽ വളരെ മനോഹരമായ അർത്ഥതലങ്ങളുള്ള ജീവിതത്തിന്റെ സർവോന്മുഖ മേഖലകളിൽ നിങ്ങൾക്ക് അഭിവൃദ്ധിയും ഉയർച്ചയും കൊണ്ടുവരുന്ന ഒരു ഹദീസ്, ഒരു പ്രവാചക അധ്യാപനം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് വളരെ വിനയത്തോടുകൂടെ മാന്യ പ്രേക്ഷകരിലേക്ക് വെക്കുകയാണ്. നമ്മുടെ ചാനൽ പ്രകാശതീരം ഈ അടുത്ത കാലത്ത് ആരംഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം റീച്ച് കുറവാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ താഴെ കാണുന്ന ഷെയർ എന്ന് എഴുതിയ ഭാഗത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് ഈ ഒരു നല്ല ആശയം ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ സന്തോഷം. അതേസമയം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്താൽ വളരെ ക്ഷേമമായി. നമ്മൾ വിഷയത്തിലേക്ക് വരാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് ആയതുകൊണ്ട് തന്നെ അത് വായിച്ചാൽ തന്നെ, അത് പാരായണം ചെയ്താൽ തന്നെ പുണ്യം കിട്ടും. സ്ക്രീനിൽ ഞാൻ ഹദീസ് എഴുതി കാണിക്കാം. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വായിക്കുന്നത് ഒരു ഇബാദത്തിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സഹായകമാകുമെന്ന് മനസ്സിലാക്കുന്നു. വായിച്ചോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ 69-ാം നമ്പറായി കൊണ്ടുവന്ന ഹദീസാണിത്. എന്താണ് ഈ ഹദീസിന്റെ ആശയം? ജനങ്ങളോട് നിങ്ങൾ ഇടപഴകുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ ലളിതമാക്കി അവതരിപ്പിക്കണം. ഒരിക്കലും ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കരുത്. കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സന്തോഷമുള്ള വർത്തമാനങ്ങൾ പറയണം. വെറുപ്പും അകൽച്ചയും ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. എത്ര മനോഹരമായ ആശയങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ട് റസൂലുള്ളാഹ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഈ ഹദീസിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ഒരു വേള കണ്ണോടിക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ അനവധി മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. ഓരോരുത്തർ ഓരോ പ്രകൃതക്കാരാണ്. ഒരു വേള ആലോചിച്ചു നോക്കൂ. ചില മുഖങ്ങൾ നമ്മളെ കാണുന്ന മുറക്ക് പരാതിയുടെ കെട്ടുകൾ അടിക്കുന്നവരുണ്ടാകും. കാലിന്റെ വേദന എന്താണെന്നറിയില്ല, മാറുന്നില്ല. തലവേദന കൊണ്ട് ഒരുപോലെ കണ്ണടക്കാൻ സാധിക്കുന്നില്ല. മൂത്ത മോന് ജോലി ശരിയായിട്ടില്ല, മോളെ കല്യാണം ശരിയാകുന്നില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള വിഷയങ്ങൾ തന്നെ പരാതികളായി കാണുമ്പോഴൊക്കെ എടുത്തുദ്ധരിക്കുന്ന ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിലില്ലേ? അവരെ കാണാനും ഫേസ് ചെയ്യാനും നമുക്ക് താല്പര്യമാണോ അതല്ലെങ്കിൽ വെറുപ്പാണോ? തീർച്ചയായും അവരെ കാണുന്ന മുറക്ക് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് നമ്മൾ ശ്രമിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുതന്നെയാണ് റസൂലുള്ളാഹി ഈ ഹദീസിൽ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് എനർജിയുടെ പ്രചാരകരാകരുത്. നിങ്ങൾ പോസിറ്റീവ് എനർജിയുടെ പ്രചാരകരാകണം. ഒന്നുകൂടെ ആലോചിച്ചു നോക്കൂ. ചില ആളുകൾ കാണുമ്പോഴൊക്കെ പുഞ്ചിരിക്കുകയും നല്ല വർത്തമാനങ്ങൾ പറയുകയും നമ്മുടെ വിശേഷങ്ങൾ ആരായുകയും നമുക്ക് കൂടെ ഗുണകാംക്ഷികളായി എപ്പോഴും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരികയും ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാവും. അവരെ കൂടെ കൂടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ആളുകൾ മത്സരിക്കുന്നതും കാണാൻ സാധിക്കും. തീർച്ചയായും അവരിൽ ഉള്ള ക്വാളിറ്റി റസൂലുള്ളാഹി ഈ പറഞ്ഞ ക്വാളിറ്റിയാണ്. അവരെപ്പോഴും ജനങ്ങൾക്ക് ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കും. ഒരിക്കലും പ്രയാസം സൃഷ്ടിക്കുകയില്ല. അതോടൊപ്പം തന്നെ ജനങ്ങളോട് സന്തോഷമുള്ള വർത്താനം പറയും. എപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കുന്ന വർത്താനം പറയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ, ഈ ഒരു വീഡിയോയുടെ സന്ദേശമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, എൻ്റെ ശരീരത്തോടും എനിക്ക് പറയാനുള്ളത്, ഞാനും നിങ്ങളും എപ്പോഴും സംസാരത്തിൽ ലാളിത്യമുള്ളവരാകണം. ജനങ്ങളോട് പ്രയാസം സൃഷ്ടിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നവരാകരുത്. സന്തോഷമുള്ള വർത്തമാനങ്ങൾ പറയുന്നവരാകണം. നമ്മുടെ നാക്കുകൊണ്ട് നമ്മൾ ഒരാളെ മുറിവേൽപ്പിച്ചാൽ ആ മുറിവിന്റെ വേദന ഉണക്കാൻ ലോകത്ത് മരുന്ന് ലഭ്യമല്ല എന്ന വാസ്തവം നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.